AI ക്യാമറ പദ്ധതിയിലെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 3 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ച യോഗത്തിൽ വിദേശ വ്യവസായി ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ലാഭങ്ങളെല്ലാം പോകുന്നത് ഒരു പെട്ടിയിലേക്കാണ്. ഉപകരാറുകൾ പലതും ഇവർക്കാണ് കിട്ടുന്നതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. കൊള്ളയാണ് ഇതെല്ലാം, കൊള്ള. അവര് പണം കിട്ടാൻ എന്തും ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലൈഫ് മിഷൻ പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൊടുക്കുന്ന പണത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റും. ക്യാമറ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഊരാളുങ്കലിന് പണം കൊടുത്ത് അതിൽ നിന്ന് വർക്ക് മാറ്റും. അപ്പൊ കൊള്ളയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഇഷ്ടക്കാരുമായി ബന്ധപ്പെട്ട് കമ്പനികൾ രൂപീകരിച്ച് അവരുടെ പെട്ടിയിലേക്ക് പണം എത്തിച്ച് സ്വന്തം പെട്ടിയിലേക്ക് മാറ്റുന്ന പരിപാടിയായിരുന്നു ചെയ്തത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഞങ്ങൾ ഹാജരാക്കിയത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണവും ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലം ഇല്ലാതെ ഒരു ആരോപണവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഡോക്യുമെന്റുകളുടെ രേഖകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എവിടെ പോയി മുഖ്യമന്ത്രിയുടെ 6 മണിയുടെ പത്രസമ്മേളനം? ഇതിപ്പോ എന്താ ആകാശവാണിയാണ്? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ആകാശവാണിയാണ്. അങ്ങോട്ട് പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട സഹാക്കന്മാർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ? 6 മണിയുടെ പത്രസമ്മേളനം എന്തെങ്കിലും കാര്യമില്ല. കാരണം 50 മിനിറ്റ് അദ്ദേഹം പത്രസമ്മേളനം നടത്തും. 3 ചോദ്യം ചോദിക്കും. 2 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ഇരിക്കും. 1 ചോദ്യം ചോദിക്കുമ്പോഴേക്കും 7 മണിയാവും. ഇതല്ലേ പരിപാടി? അതാണ് ആകാശവാണി എന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആകാശവാണിക്ക് സമാനമാണ്. ഇങ്ങോട്ട് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, മറുത്തു മറുപടിയില്ല. ഇത് പറ്റില്ല. ഉത്തരം പറഞ്ഞേ മതിയാവും. ഗുരുതരമായ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തിന്റെ പൊതുപണം കൊള്ളയടിച്ചിരിക്കുന്ന കേസാണ്. അത് പറഞ്ഞേ മതിയാവൂ എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. AI ക്യാമറ പ്രാഥമിക കരാർ നടപടികളിൽ തന്നെ കെൽട്രോൺ വീഴ്ച വരുത്തിയതായി രേഖകൾ. 10 വർഷം പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ 2017 സ്ഥാപിച്ച കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ കെൽട്രോൺ യോഗ്യത നൽകി. 2 രേഖകൾ കൂടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ക്ലിഫ് ഹൌസുമായും സർക്കാരുമായും ബന്ധമുള്ള തട്ടിക്കൂട്ട് കമ്പനികളാണ് അഴിമതിക്ക് പിന്നിലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ടെൻഡർ ഇവാലുവേഷൻ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് രേഖകൾ കഴിഞ്ഞ ദിവസം കെൽട്രോൺ പുറത്തുവിട്ടിരുന്നു. ടെൻഡറിൽ പങ്കെടുക്കാൻ സുപ്രധാന യോഗ്യതകളിൽ ഒന്ന് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. എന്നാൽ 2020 4 വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന അക്ഷര ഇന്ത്യ എന്ന കമ്പനിക്ക് കെൽട്രോൺ ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത നൽകി. 10 വർഷം പ്രവർത്തന പരിചയമില്ലാത്ത അക്ഷര എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നടപടികളിൽ എങ്ങനെ ഉൾപ്പെടുത്തി? ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ടെൻഡറിൽ കൃത്യമായ ഒത്തുകളി നടന്നു. കെൽട്രോൺ ടെൻഡർ വിളിച്ചതിൽ ഗുരുതരമായ ക്രമക്കേട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. കെൽട്രോൺ പൂഴ്ത്തിവെച്ച ടെക്നിക്കൽ ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട് എന്നിവയും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഈ 2 റിപ്പോർട്ടുകളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് ആരോപണം. ക്ലിഫ് ഹൌസിലും സർക്കാരിലും ഉന്നത സ്വാധീനമുള്ള 2 കമ്പനികളാണ് തട്ടിപ്പിന് പിന്നിലെന്നും രമേശ് ചെന്നിത്തല. പസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ രാംജിത്തിന് ക്ലിഫ് ഹൗസുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ക്യാമറ രേഖകൾ ഇടിവെട്ടിപ്പോയില്ല എങ്കിൽ ആ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ജിതേഷിന് ശിവശങ്കറേക്കാൾ വലിയ ബന്ധമുണ്ട് ഭരണത്തിന്. അതെന്താണെന്ന് നിങ്ങളോടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം, ഞാൻ മാത്രം പോരാ. കഷ്ടിച്ച് 100 കോടിക്കകത്ത് ചെയ്യാൻ കഴിയുമായിരുന്ന പദ്ധതിയാണ് 232 കോടിയിൽ എത്തിച്ചതെന്നും ചെന്നിത്തല ആരോപിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ മെയ് 20 UDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തും. പക്ഷെ ഇതുപോലൊരു നശിച്ച ഭരണം കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ സർക്കാരിന്റെ ഈ തരത്തിലുള്ള ഈ 2ാം വാർഷികം, അത് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം മെയ് 20-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കണം. AI ക്യാമറ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
പ്രസാരിയോ കമ്പനി ഡയറക്ടർ രാംജിത്തിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പണമെല്ലാം എവിടെ നിന്ന് വരുന്നുവെന്ന് അന്വേഷിച്ചാൽ എല്ലാ സത്യവും പുറത്തുവരും. AI ടെൻഡറിന്റെ സുതാര്യതയെ സംബന്ധിച്ച് അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകണം. എല്ലാ ടെൻഡറുകളും കണ്ണൂരിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കും മകന്റെ ഭാര്യാപിതാവിനും നൽകുമ്പോൾ എതിർക്കാനുള്ള ആർജവം പ്രതിപക്ഷത്തിനുണ്ടാകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ രാംജിത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നാളിതുവരെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കറപുരണ്ട ചരിത്രം വെറും കഥകളല്ല. ആ അഴിമതിയുടെ കറപുരണ്ട ചരിത്രങ്ങൾ ഓരോന്നോരോന്നായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ആരെങ്കിലും മൂലക്കിരുത്തിയാൽ മൂലക്കിരിക്കുന്ന ആളല്ല താനെന്ന് ശോഭാ സുരേന്ദ്രൻ. പറയാനുള്ള കാര്യങ്ങൾ തന്റെ ഇടത്തോടെ പറയുക തന്നെ ചെയ്യും. സ്വന്തം പാർട്ടിക്കാർ മൂലക്കിരുത്തിയിരിക്കുകയാണ് എന്ന വിമർശനത്തിന് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. എന്നെ മര്യാദ പഠിപ്പിക്കേണ്ട. പിന്നെ എന്റെ പാർട്ടിക്കാർ എന്നെ മൂലക്കിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂലക്കാരെങ്കിലും ഇരുത്തിയാൽ മൂലയിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്ന തന്റെ ഇടമില്ലാത്ത ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ശ്രീമാൻ സ്വർഗീയനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനെതിരെയും വരെ നാട്ടിൽ നിവർത്തി നിന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി മിസ്റ്റർ ചിത്തരഞ്ജൻ അതിന് ഒരു ചാനലില് ഒരു കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. സർക്കാരുമായി ബന്ധമില്ലാത്തതിനാൽ കക്കുകളി നാടകം വിലക്കാനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. എന്നാൽ മതവികാരം വ്രണപ്പെടുത്തുന്ന സൃഷ്ടികൾ അംഗീകരിക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. പക്ഷേ നാടകം നിരോധിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ക്രൈസ്തവ സഭകൾ. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ എടുക്കുന്ന അതേ നിലപാട് എന്തുകൊണ്ട് നാടകത്തിനെതിരെ ഇല്ലെന്നും സഭാ നേതൃത്വം വിമർശിക്കുന്നു. ഇതിനിടെ നാടകത്തിന്റെ ഉള്ളടക്കം തിരുത്തണമെന്ന് സർക്കാർ സംഘാടകരോട് ആവശ്യപ്പെട്ടു. പൊന്മണി മകുടേശലാശവിലാശക നിധിപാലക. കക്കുകളി വിവാദത്തിൽ കരുതലോടെയാണ് സർക്കാർ നീക്കം. വിമർശനമുയർന്ന ഉള്ളടക്കം അംഗീകരിക്കുന്നില്ലെങ്കിലും നാടകം വിലക്കാനാവില്ലെന്നാണ് സർക്കാർ വിശദീകരണം. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: വിലക്കണ്ട ഞങ്ങൾക്ക് തന്നെ വിലക്കാൻ പറ്റുന്നു. ഇതെല്ലാം പൗരസ്വാതന്ത്ര്യമല്ലേ, നിയമം നിൽക്കുകയല്ലേ, വിലക്കല്ലല്ലോ. ഇത് മാന്യതയുടെ പ്രശ്നമല്ലേ. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ജനങ്ങൾ അങ്ങ് ബഹിഷ്കരിച്ചേക്കണം. പ്രശ്നം. പക്ഷേ നാടകത്തിന്റെ ഉള്ളടക്കത്തിൽ മാറ്റമുണ്ടാവണമെന്ന നിലപാടിലാണ് സർക്കാർ. മതവികാരം വ്രണപ്പെടുത്തുന്ന ഭാഗങ്ങൾ അംഗീകരിക്കില്ല. മതമേലധ്യക്ഷന്മാരുടെ പരാതി സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും നാടകം പരിശോധിച്ച് തിരുത്താൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഏത് കക്കുകളിയാണെങ്കിലും ഏത് കൊക്കുകളിയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള നാടകം കൊണ്ട് അവതരിപ്പിച്ച് ആരെ സംരക്ഷിക്കാനാണ്? കേരളത്തിൽ പലയിടത്ത് ഈ നാടകം നടത്തിയായിട്ടുള്ള പിന്നെ പരാതി എന്നെ ശ്രദ്ധപ്പെട്ടു. ബന്ധപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത് ശരിയായ കാര്യമല്ല. എന്നാൽ നാടകം നിരോധിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭ. കക്കുകളി എന്ന നാടകത്തിന്റെ പ്രദർശനം അത് കേരളത്തിൽ നിരോധിക്കണം എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാദ സിനിമയ്ക്കെതിരെ എടുത്ത കടുത്ത നിലപാട് കക്കുകളി വിവാദത്തിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവാത്തതിൽ സഭയ്ക്ക് പ്രതിഷേധമുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരേ നീതി വേണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. അതേസമയം വിവാദത്തിൽ കരുതലോടെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ നീക്കം. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന വാദമുണ്ടെങ്കിലും ക്രൈസ്തവ സഭയെ പിണക്കാനുമില്ല. അത് അവരുടേതായ രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ മതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ മാത്രമേ ഉള്ളൂ. ചർച്ച നടക്കട്ടെ, അഭിപ്രായം പറയാനുള്ള പറയട്ടെ. എന്നാൽ നാടകം നിരോധിക്കണമെന്ന ആവശ്യത്തിൽ കടുത്ത നിലപാടിലാണ് കോൺഗ്രസ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തോ ഒരു നാട്ടിലോ നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം തകർക്കലല്ല, വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കലല്ല. CPM മുൻകൈയെടുത്ത് പലയിടങ്ങളിലും കക്കുകളി നാടകം അവതരിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ നാടക വിവാദത്തിൽ സർക്കാരിന്റെ പുതിയ നീക്കം നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം.
മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമം. തിരുവനന്തപുരം വലിയതുറയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ലീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയതുറയിൽ സൈക്ലോൺ ഷെൽട്ടറുകളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. വന്ദേഭാരതിന് കല്ലെറിഞ്ഞ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കല്ലേറുണ്ടായ സ്ഥലം തിരിച്ചറിയാനായില്ല. കല്ലേറുണ്ടായത് താനൂരിന് മുൻപെന്നാണ് സംശയം. കൃത്യമായ സ്ഥലം കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് RPF അറിയിച്ചു. വാർത്തകളിലേക്ക്. സന്ദീപ് അനന്തഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്ന് ക്രൈംബ്രാഞ്ച് സംഘം. തിരുവനന്തപുരത്തെ BJP കൌൺസിലർ VG ഗിരികുമാറിനെയും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത RSS പ്രവർത്തകൻ ശബരിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണം ആസൂത്രണം ചെയ്തത് VG ഗിരികുമാറിന്റെ നേതൃത്വത്തിലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സന്ദീപ് അനന്തഗിരിയുടെ ആശ്രമത്തിന് തീവച്ചതിൽ ചില BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതാവ് കൂടിയായ VG ഗിരികുമാറിനെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം PTP നഗർ കൌൺസിലർ കൂടിയാണ് VG ഗിരികുമാർ. ആക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കെടുത്തതുകൂടാതെ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരുമായി ഗിരികുമാർ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ചില സഹായങ്ങൾ ഇയാൾ ചെയ്തു നൽകിയെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. അറസ്റ്റിലായ RSS പ്രവർത്തകൻ കരകുളം സ്വദേശി ശബരി ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇയാളെ വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റിലായ 3-ാം പ്രതി കൃഷ്ണകുമാറിൽ നിന്നാണ് ശബരിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കേസിൽ ഇനിയും അറസ്റ്റുണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തീവെപ്പ് സംഘത്തിലുണ്ടായിരുന്നുവെന്ന് കരുതുന്ന കുണ്ടമൺകടവ് സ്വദേശി പ്രകാശ് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. സദാചാര പ്രശ്നത്തിന്റെ പേരിലായിരുന്നു ആത്മഹത്യ. ആത്മഹത്യയ്ക്ക് പിന്നാലെ പ്രകാശിന്റെ സഹോദരൻ പ്രശാന്ത് ആശ്രമം കത്തിക്കൽ സംഭവത്തിൽ BJPയെ പ്രതിസന്ധിയിലാക്കി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നെങ്കിലും പിന്നീട് കോടതിയിൽ മൊഴിമാറ്റിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സന്ദീപ് അനന്തഗിരിയുടെ ആശ്രമം തീവച്ച കേസിൽ VG ഗിരികുമാറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് BJP മാർച്ച് നടത്തി. ഗിരികുമാറിനെ കുടുക്കിയത് കള്ളക്കേസിലാണെന്നും അറസ്റ്റിന് പിന്നിൽ CPM ഗൂഢാലോചനയുണ്ടെന്നും BJP ആരോപിച്ചു. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകനും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. മെയ് 6ഓടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരും. അടിയന്തര സ്റ്റേ അനുവദിക്കണമെന്ന ആവശ്യം ഗുജറാത്ത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. കുറ്റക്കാരനെന്ന് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചത്. NCP അധ്യക്ഷ സ്ഥാനം ശരത് പവാർ ഒഴിഞ്ഞു. മുംബൈയിൽ ആത്മകഥയുടെ 2ാം പതിപ്പിന്റെ പ്രകാശന ചടങ്ങിലാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം. എന്നാൽ സജീവ രാഷ്ട്രീയം വിടില്ലെന്നും പൊതുപരിപാടികളിലും യോഗങ്ങളിലും തുടരുമെന്നും പവാർ അറിയിച്ചു. പുതിയ അധ്യക്ഷനെ സുപ്രിയ സുലെ, അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ജയന്ത് പാട്ടീൽ, അനിൽ ദേശ്മുഖ് തുടങ്ങിയ മുതിർന്ന നേതാക്കളടങ്ങിയ സമിതി തീരുമാനിക്കും. രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് 1960 മെയ് 1-നാണ്. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. രാജ്യസഭയിൽ 3 വർഷത്തെ കാലാവധിയുണ്ടെന്നും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പവാർ പറഞ്ഞു. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. കർണാടകത്തിൽ സംവരണ പരിധി ഉയർത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രിക. പട്ടികജാതി സംവരണം 15% നിന്ന് 17 ആക്കും. പട്ടികവർഗ സംവരണം 3% നിന്ന് 7 ആക്കും. BJP സർക്കാർ റദ്ദാക്കിയ 4% മുസ്ലിം സംവരണം പുനഃസ്ഥാപിക്കും. ലിംഗായത്ത്, വൊക്കലിഗ സമുദായങ്ങളുടെ സംവരണം ഉയർത്തുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന സംഘടനകളെ നിരോധിക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. കർഷകർക്ക് 10 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 10 കിലോ സൗജന്യ അരി, ഓരോ കുടുംബത്തിലെയും സ്ത്രീക്ക് പ്രതിമാസം 2000 രൂപ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് പാസ് തുടങ്ങിയ
അടുത്തിടെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ജഗദീഷ് ഷെട്ടർ അടക്കമുള്ള നേതാക്കളുടെ ചുവടുമാറ്റം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രകടനത്തെ ബാധിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലിംഗായത്ത് സമുദായത്തിന് ബിജെപിയോട് അതൃപ്തിയില്ല. ഹുബ്ബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ ഷെട്ടർ പരാജയപ്പെടുമെന്നും ന്യൂസ് 18 കന്നഡയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞു. ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ, കന്നഡ സീനിയർ എഡിറ്റർ നിഖിൽ ജോഷി എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലപാട് വ്യക്തമാക്കിയത്. ജഗദീഷ് ഷെട്ടർ, ലക്ഷ്മൺ സവതി തുടങ്ങിയ നേതാക്കൾ പാർട്ടി വിട്ടത് ബിജെപിയെ ബാധിക്കില്ല. ഷെട്ടറിനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും 6 തവണ MLAയുമാക്കിയത് പാർട്ടിയാണ്. സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഷെട്ടർ പാർട്ടി വിടുമായിരുന്നോ എന്നും അമിത്ഷാ ചോദിച്ചു. ധാർവാഡ് മണ്ഡലത്തിൽ ഷെട്ടർ ഇത്തവണ തോൽക്കുമെന്നും അമിത്ഷാ. इतने सीनियर नेता को MLA बनकर बैठना है तो पार्टी ने एक फैसला लिया कि आप न लड़िए. मुझे एक बात बताइए, अगर हम टिकट देते तो शेट्टर जी चले जाते क्या? मगर हम में स्टैंड लेने का दम है, क्योंकि मैं मानता हूं कि जनता ने शेट्टर जी को वोट नहीं दिया है, भारतीय जनता पार्टी को वोट दिया है. सर आप दम और इस चुनाव में श्री जगदीश शेट्टर गत चुनाव के मार्जिन से डबल मार्जिन से चुनाव हारेंगे. मेरे मन में कोई कंफ्यूजन नहीं, क्योंकि मैं हुबड़ी के कार्यकर्ताओं को भी जानता हूं, नीचे की स्थिति को भी जानता हूं. ലിംഗായത്ത് സമുദായത്തോട് കോൺഗ്രസ് എന്ത് ചെയ്തുവെന്ന് ചോദിച്ച അമിത്ഷാ വീരേന്ദ്ര പാട്ടീലിനെ രാജീവ് ഗാന്ധി പുറത്താക്കിയ കാര്യം ഓർമ്മിപ്പിച്ചു. മറ്റൊരു മുതിർന്ന നേതാവായ നിജലിംഗപ്പയെ ഇന്ദിരാഗാന്ധി അപമാനിച്ചു. ലിംഗായത്ത് നേതാവായ യെദ്യൂരപ്പ ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നതെന്നും അമിത്ഷാ. लिंगायत कम्युनिटी को कांग्रेस ने क्या दिया? 50 साल से ज्यादा शासन में रहे, 2 बार हाफ टर्म दिया, दोनों बार अपमानित कर निकाल दिया. निजलिंगप्पा जी को इंदिराबेन ने अपमानित कर निकाला और वीरेंद्र पाटिल को राजीव गांधी ने एयरपोर्ट पर से ही घोषणा कर निकाल दिया, जबकि वो बीमार चल रहे थे. कोई सवाल ही नहीं है लिंगायतों में नाराजगी. लिंगायतों के सबसे बड़े नेता श्री येदियुरप्पा है और वो एक्टिव तरीके से हमारे चुनाव कैंपेन को लीड कर रहे हैं. ആരെയെങ്കിലും MLAയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്കാനുള്ള തെരഞ്ഞെടുപ്പല്ലെന്നും കർണാടകയുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോട്ടയം കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി അരുൺ കോയമ്പത്തൂരിൽ ഒളിവിലെന്ന് സൂചന. അരുൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കോയമ്പത്തൂരിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഒരു പെൺകുട്ടിക്കും ഈ സ്ഥിതി ഉണ്ടാകരുതെന്ന് ആതിരയുടെ സഹോദരി ഭർത്താവ് ആശിഷ് ദാസ് IAS പറഞ്ഞു. മറ്റൊരു വിവാഹാലോചന വന്നതാണ് പ്രകോപനത്തിന് കാരണം. ആസൂത്രിതമായാണ് സഹോദരിക്കെതിരെ ഇയാൾ സൈബർ അധിക്ഷേപം നടത്തിയതെന്നും ആശിഷ് ദാസ് പറഞ്ഞു. ഭയങ്കരമായിട്ട് കരഞ്ഞു. ചേട്ടൻ്റെ പേരും കൂടി ഞാൻ കാരണം അതിനകത്ത് വലിച്ചടച്ചു. എല്ലാവരെയും വിഷമിപ്പിച്ചു. ഞാൻ ഒന്ന് സാറ് ഒക്കെ ഇതിനകത്തുള്ളതാണ്. ഒരുത്തൻ ഒരു ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലും ഒരു ആരോപണം ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട, പോട്ടെ, സാരമില്ല, എല്ലാത്തിനും കൂടെയുണ്ട്, എല്ലാവരും പറഞ്ഞു കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ അവൾ അവനെ വിളിച്ചു എന്ന് തോന്നുന്നു. അത് ആ പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറയാനായിട്ട് വിളിച്ചു എന്ന് തോന്നുന്നു. അതായിരിക്കാം ട്രിഗർ. അപ്പോൾ രാത്രിയിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6:30 ആയപ്പോഴത്തേക്ക് പുറത്തോട്ടിറങ്ങി വന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഒരു സമയത്ത് ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. ചേട്ടാ അയാളെ ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയത്. പിന്നെ വൈഫ് നോക്കുമ്പോഴത്തേക്ക് തൂങ്ങിയിരിക്കുന്ന കാണുന്നത്. മോള് നേരത്തെ ബോൾഡ് അല്ലായിരുന്നു? ഭയങ്കര ബോൾഡായിരുന്നു. അവൾ നല്ല ബോൾഡാണ്. അവൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിന് അവളങ്ങനെ കരയുന്നത് പോലും ആരും കണ്ടിട്ടില്ല. എന്തെങ്കിലും അവളുടെ അടുത്ത് വഴിയിൽ നിന്ന് ഒരാൾ കമൻറ്റ് പറഞ്ഞാൽ തിരിച്ച് അതിനുള്ള നല്ല മറുപടി അവിടെ നിന്നിട്ട് കൊടുത്തിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ഈ കുടുംബത്തിലെ ഏറ്റവും ബോൾഡായിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നതും ചെയ്യുന്നതും എല്ലാം അവളാണ്. അപ്പോൾ അവൾക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ കരിയറിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ തന്നെ വീട് നോക്കണം, അച്ഛനും അമ്മയെ നോക്കണം, വീട് പുതുക്കി പണിയണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം വേണ്ടി അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ കുറേ സേവിങ്സൊക്കെ കൂട്ടി വെച്ചിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റാതെ അല്ല, ആ ഒരു പെയിൻ എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ തൊട്ടാവാടിയായിട്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ നമ്മളും കുറച്ചും കൂടി
കോഷ്യസ് ആയിരുന്നേനെ. അപ്പോൾ എന്നിട്ടും നമ്മൾ രാത്രിയിൽ പോയി നോക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലേ, സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളങ്ങനെ ചെയ്യില്ല, അവളങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. രാത്രിയിലൊന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവൾ പറഞ്ഞില്ലടി ഞാനൊന്നും ചെയ്തൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് മൃതദേഹം ചുമട്ടുതൊഴിലാളികൾ ചുമന്നിറക്കിയ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വിജിലൻസ് സംഘമെത്തി. ആരോഗ്യമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ഡിക്രൂസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തിയ വിജിലൻസ് സംഘം തകരാറിലായ ലിഫ്റ്റും സംവിധാനങ്ങളും പരിശോധിച്ചു. സൂപ്രണ്ട് ഡോക്ടർ രാജാറാം, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് തുടങ്ങി ആശുപത്രി അധികൃതരുമായും ചർച്ച നടത്തി. ലിഫ്റ്റ് നന്നാക്കാൻ 1 വർഷമായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് ഇരുവരോടും ചോദിച്ചു. രോഗികളുമായും മറ്റു ജീവനക്കാരുമായും സംസാരിച്ചു. ആശുപത്രിയിലെ മറ്റ് ഭൗതിക സൗകര്യങ്ങളും വിജിലൻസ് സംഘം പരിശോധിച്ചു. 7 നിലകളുള്ള ജനറൽ ആശുപത്രിയിലെ 2 ലിഫ്റ്റുകളും തകരാറിലായിട്ട് 1 മാസത്തോളമായി. മൃതദേഹങ്ങൾ ഉൾപ്പെടെ ചുമട്ടുതൊഴിലാളികളുടെ സഹായത്തോടെയാണ് ചുമന്ന് താഴെ എത്തിക്കുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജില്ലാ സബ് ജഡ്ജി ബി കരുണാകരന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജില്ലാ സബ് ജഡ്ജി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി എത്ര ഇരകൾ? ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന കൗമാരപ്രായക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാസലഹരിയുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികളിൽ വ്യാപകമാകുന്നു എന്നതാണ് വിവരം. ഗ്രാമനഗര ഭേദമില്ലാതെയുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ച് സമൂഹവും മാതാപിതാക്കളും ആശങ്കയിലാണ്. കളിച്ചും ചിരിച്ചും കഴിയേണ്ട ബാല്യം, അതിലേറെ മനോഹരമായ കൗമാരം, ഇതെല്ലാം വികൃതമാക്കി ഇന്നത്തെ യൗവനത്തെയും കൗമാരത്തെയും ലഹരിയുടെ മായിക ലോകത്തേക്ക് തള്ളിവിടുകയാണ് ലഹരി മാഫിയ. മൊബൈൽ ഉപയോഗവും അതുവഴിയുണ്ടാകുന്ന ബന്ധങ്ങളും ലഹരി മരുന്നുമൊക്കെ പിഴുതെടുക്കുന്നത് ഭാവി തലമുറയെയാണ്. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും മറ്റു ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനാകാതെ മാതാപിതാക്കൾ വലയുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിയൂ. ഇപ്പം ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അത് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള ഒരാശങ്ക മാതാപിതാക്കളുടെ ഇടയിലുണ്ട്. അപ്പം അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യും, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക നമ്മുടെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾ, ഒരു പക്വതയില്ലാത്ത ഈ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ളത്? ഒരാളൊരു മുട്ടായി തന്നാൽ വാങ്ങി കഴിക്കരുത്, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും തന്നാൽ വാങ്ങി കഴിക്കുക. അവരൊരു പരിധിവരെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ആരെങ്കിലും തന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിയും. പിന്നെ അതിനൊക്കെ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞിട്ടും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചിട്ടും പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ പിടിച്ചു നിർത്താൻ ഭരണകൂടത്തിനെന്നല്ല കുടുംബത്തിന് പോലും ആകുന്നില്ല എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. സ്കൂളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് മാതാപിതാക്കൾക്ക് പറയാനുള്ളത്. മക്കളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടില് സുരക്ഷിതത്വമാണ്, നമ്മുടെ പാരന്റ്സ് നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബാക്കി ടൈം ഫുള്ളായിട്ട് മക്കള് സ്കൂളിലാണ്. ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ അവിടെ ഏത് രീതിയിലാണ്, ചിലപ്പം ടീച്ചേഴ്സിന്റെ ഇതിന്റെ വഴിയെന്നായിരിക്കാം, അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, കാരണം അവരും ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് എന്റെയും ഒരു ഇത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ മക്കളുടെ ബാഗിൽ എന്തെങ്കിലും കാണുന്നത്, ഞാനിപ്പോ പറയുന്ന പാരന്റ്സിനോട് പറയുന്നത് എന്താ വെച്ചാല് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് പരിശോധിക്കാം. അത് ഏത് പാരന്റ്സ് ആയാലും ശരി, ഏത് കുഞ്ഞുകുട്ടികളുടെ ബാഗായാലും ശരി, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് മസ്റ്റായിട്ടും നോക്കി പരിശോധിക്കുക തന്നെ വേണം. കളിച്ചിരി നിറയേണ്ട വീടകങ്ങൾ, കലാലയ മുറ്റങ്ങൾ, അതാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്. ഇനിയും ഇതിന് പരിഹാരം വൈകിക്കൂടാ. മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, കൂട്ടുകാരുടെ കണ്ണുനീർ വീഴാൻ ഇനിയും അനുവദിച്ചുകൂടാ. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് ഏത് രീതിയിലാണ് നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
അത് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള മാനസിക അവസ്ഥയ്ക്കാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു ഇൻഹിബിഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ നമ്മളെ ചെയ്യിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒപ്പോസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഏത് തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും മറ്റു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള മാനസിക അവസ്ഥയെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളിതുവരെ നമ്മുടെ സമൂഹം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സപ്ലൈ ലെവലിലുള്ള പലതരത്തിലുള്ള മാനേജ്മെന്റാണ് ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് സംശയമാണ്. കാരണം പലതരത്തിലുള്ള ഗവൺമെന്റ് മിഷനറീസും പലതരത്തിൽ ശ്രമിച്ചിട്ടും നാളിതുവരെ വേണ്ടുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിന്റെ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കുട്ടികളെ ഇതിനകത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഈ ടീനേജ് പ്രായം, അല്ലെങ്കിൽ ഒരു 11-12 വയസ്സ് മുതൽ ഒരു 16 വയസ്സ് വരെ എന്നൊക്കെ ഉള്ള ഒരു പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഏജാണ്. അവർ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടുതലുള്ള, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രായമാണ് അവരുടെ ടൈം. അപ്പോൾ ആ എനർജി എല്ലാം തന്നെ, എന്തൂസിയാസവും റിസ്ക് ടേക്കിങ്ങും എല്ലാം തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും നമ്മൾ അടിച്ചമർത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരിടത്ത് കുട്ടികളെ പിടിച്ചിരുത്തിയതുകൊണ്ടോ റെസ്ട്രിക്ട് ചെയ്തതുകൊണ്ടോ കാര്യമില്ല. അവരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നന്മയുടേതായിട്ടുള്ള രീതിയിൽ ഗുഡായിട്ട് അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എവിടെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാമിലികളിൽ തന്നെയാണ്. ടെലിവിഷൻ വാർത്താ ചരിത്രത്തിൽ പുതിയ ഏട് തുറക്കാൻ ന്യൂസ് 18 കേരളം. കുട്ടികൾ നയിക്കുന്ന ചർച്ച, വിശകലനം ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ. ഈ മധ്യവേനൽ അവധിക്കാലത്ത് 4th എസ്റ്റേറ്റ് കുട്ടികൾക്കായി ഒരുക്കുന്ന പുതിയ ചർച്ചാവേദി പാഠം 4 നാളെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തും. കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് പറയാനുള്ളത് സമൂഹം കേൾക്കുന്നില്ലേ? നമ്മുടെ പ്രശ്നങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലേ? നമ്മുടെ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ പാഠം 4. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് അഥവാ 4th എസ്റ്റേറ്റ്. മാധ്യമ ചർച്ചകൾ യുവതലമുറയ്ക്ക് അരോചകമാകുന്നു. 4ാം തൂണ് യുവതലമുറയെ വേണ്ടവിധം പരിഗണിക്കുന്നില്ലേ? ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ ന്യൂസ് 18 ഇടപെടുകയാണ്. യുവതലമുറയ്ക്കായി, കുട്ടികൾക്കായി മാധ്യമപ്രവർത്തനം എന്ന 4ാം തൂണ് വാതിൽ തുറക്കുന്നു. പാഠം 4. ടെലിവിഷൻ ചർച്ചകളിൽ നമുക്കെന്ത് കാര്യമെന്ന ചോദ്യം ഇനി കുട്ടികൾ ചോദിക്കില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും വിശദമായ ചർച്ചകൾക്ക് വിധേയമാകുന്നു. ചർച്ച നയിക്കുന്നതും നിങ്ങളിലൊരാൾ തന്നെ. നിങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും നിങ്ങളിലൊരാൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം രക്ഷിതാക്കളും അധ്യാപകരും വിദഗ്ധരും പിന്തുണയുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. പാഠം 4. അവധിക്കാലത്തെ കളിച്ചിരികൾക്കൊപ്പം ഗൗരവമേറിയ ചർച്ചകളുമായി പാഠം 4 നാളെ രാത്രി 8:30 ആദ്യ എപ്പിസോഡ് പ്രേക്ഷകരിലേക്കെത്തും. പുനഃസംപ്രേഷണം അടുത്ത ദിവസം രാവിലെ 8:30. ഈ അവധിക്കാലത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെയും രാത്രിയും 8:30 കുട്ടികൾ ടിവിക്ക് മുന്നിലുണ്ടാകുമല്ലോ. കാണാം പാഠം 4. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മതമൈത്രിയെ ബാധിക്കുന്ന ഏത് കാര്യവും അവസാനിപ്പിക്കണമെന്ന് ജോസ് കെ മാണി. കക്കുകളി നാടകത്തിലും കേരള സ്റ്റോറി സിനിമയുടെ കാര്യത്തിലും ഇതാണ് നിലപാടെന്നും ജോസ് കെ മാണി. എറണാകുളം അങ്കമാലി അതിരൂപത വിഭജിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് വൈദികർ. അതിരൂപത വിഭജനം കൊണ്ട് സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാട്. തിഹാർ ജയിലിൽ ഗുണ്ടാ നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. രോഹിണി കോടതിയിലെ വെടിവെപ്പ് കേസ് പ്രതിയായ തില്ലു രാജ്പുരിയെയാണ് കൊല്ലപ്പെട്ടത്. ബാർക്കോഴക്കേസിലെ CBI നീക്കത്തിൽ പ്രതികരണവുമായി ജോസ് കെ മാണി. ബാർക്കോഴക്കേസിൽ വസ്തുതയില്ല എന്ന് വ്യക്തമായെന്നും ജോസ് കെ മാണി. വന്ദേ ഭാരത് ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. റെയിൽവേയുടെ അധികാരത്തിൽ ഇടപെടുന്നില്ല. ജസ്റ്റിസ് ബെച്ചു കുര്യൻ, ജസ്റ്റിസ് C ജയചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി തള്ളിയത്.